ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. കൃഷിയുടെ ഭാഗത്തു നിന്നും ഒരു വാഴ എങ്ങനെ നടണമെന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. കരീബിയൻ ചെടി ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചു തന്ന മെത്തേഡ് ഞാൻ അവിടെ ഫോളോ ചെയ്യുകയാണ്. ഇവിടെ കൂടുതൽ ആക്ടിവിറ്റിയുള്ള സ്ഥലമാണ്. ടൊർണാഡോ അല്ലെ കൊടുങ്കാറ്റ് മാസത്തിൽ ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം അവിടെ ഉപദ്രവിക്കാറുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ് വാഴ വിത്തങ്ങൾ നടന്നു. അത് പ്രൊസീജിയർ ബൈ പ്രൊസീജിയറായിട്ട് ഇന്നലെ കാണിക്കാൻ പോവാണ്. ഒരു വാഴത്ത് മുറിച്ചു, അതിൻ്റെ ട്രെഞ്ച് കുഴിച്ചു, ട്രെഞ്ച് കുഴിച്ചു. അത് കഴിഞ്ഞ് തളവിത്തും എല്ലാം മാറ്റി അവിടെ ക്ലീനാക്കി, അവിടെ നല്ല തീയിട്ട് അത് കത്തിച്ച് ക്ലീനാക്കിയിട്ട് ഇനി വാഴ നടുന്ന 1 by 1 ഞാൻ കാണിക്കാൻ പോവാണ്. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ വാഴയെ കിട്ടും. അപ്പോൾ കാറ്റുവീഴ്ചയും മറ്റു പുഴുക്കളിൽ നിന്നും മറ്റുള്ള കീടകളിൽ നിന്നും അണുക്കളിൽ നിന്നൊക്കെ അതിനെ സംരക്ഷിക്കാനുള്ള കഴിവുള്ള വാഴയായിരിക്കും അതെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ അതിന് ഓരോ 1 by 1 ആയിട്ട് ഞാൻ കാണിക്കുക. ആദ്യം ഞാൻ വാഴവത്ത് നടാൻ പോകണം. ഈ വാഴവത്ത് ഞാൻ തുരിശിൻ്റെ വെള്ളത്തിൽ കഴുകി റെഡിയാക്കിയ വാഴവത്താണ്. ഈ വാഴവത്ത് നടുന്നത് നല്ല രീതിയിലാക്കാൻ നടന്നു. അത് ഇതെന്ന് പറഞ്ഞാൽ അപ്രൂട്ടായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ തിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ നടന്നത്. അപ്പം നട്ട് കഴിഞ്ഞ് ഞാൻ പല വളം എടുത്ത് നോക്കി. അപ്പം ഞാൻ അതിൻ്റെ മുകളിലിടുന്നത് ഈ ബോൺമീലും കമ്പോസ്റ്റും എല്ലാം കൂടെ കൂടിയ ഒരു പൊടിയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇതിന് മുകളിൽ ശരിയായ വിധത്തിൽ മിച്ചപ്പും ചവറുക്കുരുവാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ പല വിധത്തിലുള്ള ചപ്പുകൾ അരിഞ്ഞെടുത്ത് അത് ചൂടിൽ അവിച്ച് കഴിഞ്ഞ് അതാണ് ഇതിന് മുകളിലിടുന്നത്. ഇതിന് മുകളിൽ ഞാൻ ബ്ലോമോസും തുരിശും കൂടെ കലക്കി വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് ചപ്പോട്ട് വേണം. അത് കഴിഞ്ഞ് ഞാൻ ഇതിന് മുകളിൽ സീവീഡ് എക്സ്ട്രാക്ട് സാധനമാണ്. സീവീഡ് എക്സ്ട്രാക്ട് ഇതും കുറച്ച് വയ്ക്കും. പിന്നെ ഇതിന് മുകളിൽ എന്നാ പറയുന്നത്, ദാറ്റ് ഈസ് ഗ്രോത്ത് സ്റ്റോണിക്കുണ്ട്, അതും കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഈ കുഴി ശരിയായി കവർ ചെയ്ത് പ്രസ് ചെയ്യും. 45 ദിവസം കഴിയുമ്പോൾ ഇത് ശരിയായ ശക്തിയോടെ കിളുത്ത് വരും. ഇതുപോലെ ഞാനൊരു തടം ഉണ്ടാക്കി അത് കിളുത്ത് വന്നു. അത് ശേഷമാണ് ഇത് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിന് ശരിയായി വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കാണിക്കാൻ സാധിക്കും. ഓക്കെ, 45 ദിവസം വീണ്ടും കാണാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. കാറ്റുവീഴ്ചയിൽ നിന്നും അണുശല്യത്തിൽ നിന്നും വാഴ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഫലം ഉണ്ടാകാമെന്ന് ഉറപ്പ് തരുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് ഡേ.